ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടും സിമ്പിളുമായിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. ഈ ഒരു തോരന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ തേങ്ങ ഒരു പൊടിക്ക് പോലും ചേർത്തിട്ടില്ല. മാത്രമല്ല കുറച്ച് എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ബീൻസും ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലൊരു നല്ലൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഹെൽത്തിയും സിമ്പിളുമായിട്ടുള്ള ഒരു തോരന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്രഞ്ച് ബീൻസും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും, അപ്പോൾ ഫ്രഞ്ച് ബീൻസ് കുറച്ച് ഒരു 250 ഗ്രാമോളം ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാരറ്റും ഇതുപോലെ ചോപ്പറിനകത്ത് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്, പിന്നെ ക്യാരറ്റോട് ചേർത്തതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ബീൻസ് തന്നെയാണെങ്കിൽ അത് മാത്രമാണെങ്കിലും തോരനായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സവാള ഇതുപോലെ ചോപ്പറിനകത്ത് നിന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീൻസിന് കുറച്ചൊരു വേവുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പൊടിക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു കൈവെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ ഇട്ടൊരു 10 മിനിറ്റും കൊണ്ട് നമ്മുടെ തോരൻ റെഡിയാവും. ഇതിനകത്ത് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിങ്ങനെയും തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഞാൻ ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വറ്റിയും വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെന്തും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഇതുപോലത്തെ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.